ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഓണക്കാലത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഞാൻ കാണിക്കുന്നത്. ഈ യാത്രയും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നും ഞാൻ അവിടെ കഴിച്ച ഫുഡും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് മറ്റെവിടേക്കും അല്ല, എൻ്റെ അച്ചാമ്മയുടെ വീട്ടിലേക്കാണ്. എൻ്റെ അച്ചാമ്മ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അച്ഛനും ഞാനും മക്കളും ചേട്ടനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരാൾ എത്തി നോക്കുന്നത് കണ്ടായിരുന്നോ? അതാണ് എൻ്റെ അച്ചാമ്മ. ഈ വഴിയൊന്നും നമ്മുടെ അല്ല, വേറെ പുരയിടാണ്. അപ്പം നമുക്ക് അവിടെ വൃത്തിയാക്കാനൊന്നുള്ള പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് ആണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ 2 പ്രോപ്പർട്ടി കഴിഞ്ഞ് വേണം ആ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് മരച്ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാമ്മ സാധാരണ ഒറ്റയ്ക്കല്ലേ താമസം, അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. മിക്കവാറും കഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. അച്ഛൻ എന്നും വിളിച്ച് തിരക്കാറുണ്ട് എന്താ കഴിച്ചതെന്നും കാര്യങ്ങളൊക്കെ. പക്ഷേ അങ്ങനെ ഒന്നും ഒറ്റയ്ക്കാകുമ്പോൾ ഒന്നും ഉണ്ടാക്കിയൊന്നും കഴിക്കാറില്ല. ഒരു നേരമൊക്കെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പം നമ്മൾ വരുന്നത് പ്രമാണിച്ച് അപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി അച്ചാമ്മയ്ക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. വല്ലപ്പോഴും ആണ് ചെല്ലുന്നത്. പിന്നെ വളരെ കുറച്ച് വിഭവമുള്ള, അതായത് മരിച്ചീനി അവിച്ചതും മീൻകറിയും മീൻ പൊരിച്ചതും റേഷനരി ചോറും ഒക്കെ ആണെങ്കിലും അതിനൊരു പ്രത്യേക സ്വാദായിരുന്നു. അച്ചാമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ ചെല്ലുന്നതൊക്കെ. എപ്പോഴും ഓടി ഓടി പോകാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല, കുറച്ച് ദൂരെയാണ് അച്ചാമ്മ താമസിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട്, അല്ലെങ്കിൽ അച്ചാമ്മയ്ക്ക് പറ്റുമ്പോൾ അച്ചാമ്മ ഇങ്ങോട്ടും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ വീട്ടിലാണ് അച്ചാമ്മ ഒറ്റയ്ക്കാണ് താമസം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷേ ഈ അടുത്തുള്ള ആൾക്കാരൊന്നും അത്ര സഹകരണമുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നത്. ഇവിടെ ഒരാൾ ഇങ്ങനെ താമസം ഉണ്ടെന്ന് കരുതി അവരാരും ഇങ്ങനെ ഒന്നും ക്ലീനാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് പോലും സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാരാണ്. എന്തൊക്കെ ആൾക്കാരല്ലേ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ യാത്രയാക്കാൻ അച്ചാമ്മ റോഡ് വഴി വന്നിരുന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് വണ്ടി പോവില്ല. ഞാൻ പറഞ്ഞല്ലോ 2 പുരയിടം കഴിഞ്ഞിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെല്ലുന്നതും അങ്ങനെയൊക്കെ. അങ്ങനെ മക്കൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പാവം ഇനി എന്തെങ്കിലും ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. ആളൊരു അച്ചാർ എക്സ്പേർട്ടാണ്. ഇപ്പോൾ ചെന്നപ്പോഴും എനിക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. പിന്നെ കിട്ടുന്നതെല്ലാം കുറേശ്ശെ ഉണക്കി വയ്ക്കാൻ പറ്റുന്നൊക്കെ ഉണക്കി വയ്ക്കും, അങ്ങനെയും തന്നുവിടും. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇത്തവണ എനിക്ക് ഉണക്കമുളകും മറ്റേ കിഴങ്ങ് ഉണക്കിയതും ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, പിന്നീട് മക്കൾക്ക് വറ്റിലുണ്ടാക്കി കൊടുക്കാനൊക്കെ. അങ്ങനെ പതിവ് പോലെ അവർ വീണ്ടും ഉറക്കം ആരംഭിച്ചു. അച്ഛനും ചേട്ടനും എന്തൊക്കെയോ ചർച്ചയിലാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ.